ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണത് ഗ്രാനിയാണ്. ഞാൻ ഇതിനു മുന്നേ ഗ്രാനി കളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാം. ഡേ 1 ആയി. അപ്പോൾ നമുക്ക് മെല്ലെ എണീച്ച് പുറത്ത് പോയി നോക്കാം ഗൈസ്. ഗ്രാനി ഉണ്ടോയെന്ന് നോക്കാം, നമുക്ക് പുറത്തുനിന്ന് നോക്കാം. അപ്പോൾ അവിടെ ആരെയും കാണാനില്ല, നമുക്ക് അടുത്ത റൂമിലേക്ക് വേഗം പോകാം. നമുക്കിവിടെ ഷെൽഫിലൊക്കെ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഇതിലൊന്നും വെച്ചിട്ടില്ല ഗൈസ്. ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ, ആ പെയിൻറ്റിങ് നമുക്ക് എടുത്തിട്ട് അപ്പുറത്തെ റൂമിൽ പോയി നോക്കാം. അയ്യോ, ഞാൻ എന്തോ സൗണ്ട് തട്ടി മറിച്ച് തോന്നുന്നു. അപ്പോൾ ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. അപ്പത്തിനും കട്ടിലിൻ്റെ അടിയിൽ ഒളിഞ്ഞിട്ടുണ്ട്. ഗ്രാനി എന്നെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്ക് മിണ്ടാതെ കട്ടിലിൻ്റെ അടിയിൽ എടുക്കാം കേട്ടോ. ഗ്രാനി പോയി ഗൈസ്. നമുക്ക് മെല്ലെ എണീച്ചിട്ട് പോയി നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇതിലെന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്. ഇതിലൊന്നും വെച്ചിട്ടില്ല ഗൈസ്. നമ്മൾ പോയ റൂമിൽ കൂടെ തന്നെ പിന്നെയും പോവാണ് ഗൈസ്. എനിക്ക് ഗെയിമിനെ പറ്റി അത്രയൊന്നും അറിയില്ല കേട്ടോ, സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും. ഞാനൊരു പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ. നമ്മൾ കട്ടിൻ്റെ അടിയിൽ ഒളിഞ്ഞിട്ടായിരിക്കുന്നു. എന്താ ഗ്രാനി വന്നിട്ടുണ്ട്. ഞാൻ എന്തോ സൗണ്ട് തട്ടിമറിച്ച് തോന്നുന്നു. എന്താ ഗ്രാനി വന്ന് നോക്കുന്നുണ്ട്. എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇതിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ വഴി കൂടെ ഇറങ്ങണം. നേരെ മേലെ സ്റ്റെപ്പ് കൂടെ കയറാം. ഈ സംഭവം കാണുമ്പോൾ ഞാൻ എപ്പോഴും പേടിക്കൂട്ട ഗൈസ്. അത് എപ്പോഴും കാണുമ്പോൾ ഗ്രാനിയുടെ പോലെ പെട്ടെന്ന് എനിക്ക് തോന്നും. ഞാനതുകൊണ്ട് അത് എപ്പോഴും തട്ടിമറിച്ചിട്ടിട്ടാണ് പോവാറ്. ഇപ്പോൾ ഗ്രാനി വന്നിട്ടുണ്ട്. സൗണ്ട് എന്തോ ഇട്ട് തോന്നുന്നു. നമുക്ക് വെറും ഈ പെയിൻറ്റിങ് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, വേറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരെ താഴേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരു സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട് ട്രാപ്പിലാക്കാൻ വേണ്ടി. അത് റിമൂവ് കൊടുത്താൽ പോകുമെന്ന് എനിക്കറിയാം കേട്ടോ, പക്ഷേ അപ്പത്തനും ഗ്രാനി വരുമെന്നൊരു ഡൗട്ടിൽ ഞാൻ പിന്നെ മേലെ കയറി ഇതിൻ്റെ ക്യാബിൻ്റെ എന്താ അതിൽ പറയാം, ഒരു ബോക്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിട്ടുണ്ട്. പിന്നെയും താഴോട്ട് പോവാണ് ഗൈസ്. ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിനുള്ളിൽ ഒന്നും വെച്ചിട്ടില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്, ആകെ ഒരു പെയിൻറ്റിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് മാത്രം കൊണ്ട് ഞാൻ നടക്കണം. ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് സൗണ്ട് ഇട്ട് തോന്നുന്നു. ഗ്രാനി വരുന്നുണ്ട്. ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് മെല്ലെ പുറത്ത് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോ സംഭവം എന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ് കൊണ്ടുപോയിട്ട് ആ ഒരു ഫ്രെയിമിൽ വെക്കാം കേട്ടോ. കുറേ നേരമായില്ലേ നമ്മളിത് കൊണ്ട് പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാനതിൽ വെച്ചിട്ടുണ്ട്, ഫ്രെയിമിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ആ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ പോകാൻ നോക്കാൻ. നമ്മൾ കാറൊക്കെ വെച്ച റൂമിലെത്തി. ഞാൻ വേഗം ഗ്രാനിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിയാൻ നോക്കുകയാണ്. അപ്പോൾ ഗ്രാനി വന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്താ എവിടെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നോക്കണേ. ആവശ്യമില്ലാതെ തുറന്നു ഗൈസ്. അത് ഗ്രാനി സൗണ്ട് കേട്ടിട്ട് തവറുന്നുണ്ട്. വേഗം ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിട്ടുണ്ടേ. അവിടെ എന്നെ തിരഞ്ഞു നിൽക്കണുണ്ട് അവിടെ. മേലെ പോയി തോന്നണം. നമുക്ക് മെല്ലെ പുറത്ത് ഇറങ്ങി നോക്കാം. പുറത്തിറങ്ങി മേലെ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഈ ഗെയിമിലൊന്നും കിട്ടണില്ല എനിക്ക്. ഒന്നും എനിക്ക് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് എന്തായാലും ഔട്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഔട്ടാകും. എന്നാലും ഇതിലൊന്നും കിട്ടണ്ടാത്തതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഞാനിവിടെ സൗണ്ട് എന്തോ കേട്ടപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെയും മേലെ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മേലെ പോകണു, താഴെ പോകണു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ. എനിക്ക് റൂമും കാര്യങ്ങളും വഴികളൊന്നും അത്ര അറിയില്ല കേട്ടോ. ഞാൻ ആകെ ഒരു പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ സീക്രട്സും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്താണെന്നൊക്കെ അറിയണവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ഗ്രാനി. എന്തോ അവിടെ ട്രാപ്പിലാക്കാൻ വേണ്ടി എന്തോ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ വഴി കൂടെ മേലെ പോയി നോക്കാം. ഇതിലൊന്നും വെച്ചിട്ടില്ല ഗൈസ്. എന്തൊരു കഷ്ടമാണ്. ഭാഗ്യത്തിന് ഇവിടെ ഒരു വിഞ്ച് ഹാൻഡിലുണ്ട്. അതെടുത്ത് നമുക്ക് പോയി നോക്കാം. ഇതിനുള്ളിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കട്ടോ ഗൈസ്. പിന്നെ എന്തൊരു സൗണ്ട് കേട്ടോ. ഞാൻ വേഗം ഒളിഞ്ഞിട്ടുണ്ട്. ആരില്ല തോന്നുന്നു. ഓ വരുന്നുണ്ട്. അങ്ങനെ ഗ്രാൻഡ് പോയി ഗൈസ്. അപ്പോൾ നമുക്ക് മെല്ലെ പുറത്തിറങ്ങി നോക്കാം. ഇതിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഇത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല സ്ലോ ആയിട്ടാട്ടോ തിരിയണം. ഹാമറാണ് തോന്നുന്നു. ഹാമറാണ് ഗൈസ്. നമുക്ക് ഹാമർ എടുത്തിട്ട് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൂടെ പോയി നോക്കാണ് ഗൈസ്.
ഇതിനുള്ളിലൂടെ പോയി ഞാൻ ആ ബേഡൊക്കെ ഇരിക്കുന്ന ഒരു റൂം ഉണ്ടാവുമല്ലോ, ആ റൂമിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് ഗൈസ്. പക്ഷെ എനിക്ക് ബേർഡ് സീഡ് പോലും കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ വീഡിയോസിൽ ഓരോ വീഡിയോസ് കണ്ടതുകൊണ്ട് ഓരോന്ന് കുറച്ചൊക്കെ അറിയാം. ഇവിടെ ഗ്രാനി പറഞ്ഞ സൗണ്ട് കേൾക്കുക. ഗ്രാനി പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. അങ്ങനെ എന്നെ കൊന്നു ഗൈസ്.